ഡിസംബർ 5-ാം തീയതി തിയേറ്ററോട് റിലീസാകുകയും അതിനുശേഷം ബോളിവുഡിൻ്റെ എക്കാലത്തെയും മികച്ച അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച ഒരു കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സിനിമയാണ് ദുരന്തർ എന്ന് പറയുന്ന സിനിമ. ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കണ്ടത്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ സിനിമ കാണുന്നത്. ഇപ്പം കണ്ടതിന് ശേഷം അത് പറഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമായി. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു എന്നുള്ള വെച്ച് ആ സിനിമയുടെ ഒരു വാല്യൂ പോകുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ആ സിനിമയെ പറ്റി ഒന്ന് പറയാം എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദുരന്തർ എന്ന് പറയുന്ന സിനിമ ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, ആ സിനിമ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത് കിടക്കുന്ന ഹൈപ്പും കൂടി ക്ലിക്ക് ചെയ്യുക. അതിലൂടെ എൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് റീച്ച് ആവും. വെൽക്കം ടു സിനിപീഡിയ. ദുരന്തർ എന്ന് പറയുന്ന സിനിമ എങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതിന് മുമ്പേ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാനൊരു 3.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കുന്നത്. IFFKയിലൊക്കെ പോയപ്പം ഈ 4 മണിക്കൂർ കൊണ്ടൊക്കെ ചിലപ്പോൾ ഒരു 3 സിനിമയെങ്കിലും കണ്ടു തീർക്കാൻ പറ്റുമായിരിക്കും. കാരണം അത്രയും ചെറിയൊരു കണ്ടന്റും ചെറിയ സിനിമകളുമായിരുന്നു. 1.5 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന സിനിമകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു സിനിമ ഒരു 4 മണിക്കൂർ തിയേറ്ററിൽ ഇരുന്ന് ഒരു സിനിമ കാണുന്നത്. ലെങ്ത് അവിടെ ഉണ്ടെങ്കിൽ കൂടി ആ സിനിമയുടെ ഒരു പോർഷനിൽ പോലും ആ ഒരു ലെങ്ത് നമുക്കൊരു ബാധ്യതയായി വരികയോ അല്ലെങ്കിൽ ഇതൊരു വളരെയധികം വലിച്ചിലുണ്ടല്ലോ, ഇതൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയാൻ പറ്റാത്ത വിധം ഒരുക്കി വെച്ച മികച്ച സ്ക്രിപ്റ്റിലൊന്ന് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അത്രത്തോളം റിസർച്ച് നടത്തി അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് എടുത്തൊരു ഗംഭീര പടമാണ് ദുരന്തർ എന്ന് പറയുന്നത്. ആദിത്യധാർ കിടുക്കിയിട്ടുണ്ട്. പുള്ളിയുടെ ഫസ്റ്റ് പടമായിരുന്നെന്ന് തോന്നുന്നു ഉറി എന്ന് പറയുന്ന പടം. അത് മിക്കവരും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പുള്ളി കുറച്ചൊരു BJP ചായ്വുള്ള ഒരു വ്യക്തിയാണ്. സോ അവരെ ഒന്ന് പൗഡർ ഇട്ട് മിനുക്കാനൊക്കെ പുള്ളി ശ്രമിക്കുമെങ്കിൽ കൂടി ഈ സിനിമയിലും അത് കാണാൻ സാധിക്കുമെങ്കിലും നമുക്കതൊരു കല്ലുകടിയായിട്ടോ അല്ലെങ്കിൽ അയാൾ ഫോഴ്സ്ഫുള്ളി അത് പറയുന്നുണ്ടല്ലോ എന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു വളരെയധികം എൻഗേജിങ് ആയിട്ട് 3.5 മണിക്കൂർ ഒരു സിനിമ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ലഗാനും അതിന് മുമ്പുണ്ടായിരുന്ന ഷോലയായിരുന്നു. ഷോല 4 മണിക്കൂർ ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത്. അതിനുശേഷം അതിനെ വെട്ടിച്ചുരുക്കി 3.5 മണിക്കൂറോ 3.25 മണിക്കൂറിലേക്ക് അതിനെ വെട്ടിച്ചുരുക്കി എടുക്കുമായിരുന്നു ഞാൻ പണ്ടത്തെ ഒരു ന്യൂസിൽ കേട്ടിട്ടുണ്ട്. ബട്ട് ഇത് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഒരു 3-3.5 മണിക്കൂർ ഇതിൻ്റെ റൺ ടൈം കാണിക്കുന്നുണ്ട്. ഇൻ്റർവെലും കൂടി കഴിയുമ്പോഴേക്കും കറക്റ്റ് ഒരു 4 മണിക്കൂർ വാസ് സൂപ്പർ. ഞാൻ പറയാൻ എനിക്ക് സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ തോന്നിയില്ല. അടുത്ത പാർട്ടും കൂടി കണ്ടിട്ട് വരാനുള്ള ഒരു ആഗ്രഹം മനസ്സിലേക്ക് വന്നു. മാർച്ച് 19-ാം തീയതി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിവ്യൂ പോലെ അല്ല ഞാൻ പറയുന്നത്, ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ വളരെയധികം എൻഗേജിങ് ആയിട്ട് വളരെയധികം സ്റ്റഡി നടത്തി ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മുടെ മുംബൈ ടെററിസ്റ്റ് അറ്റാക്കും തൊട്ട് അത് കഴിഞ്ഞിട്ടുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം ക്ലീനായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയതും. ഒറിജിനൽ ക്യാരക്ടേഴ്സിനെ തോന്നിപ്പിക്കുന്ന ആ ഒരു ക്യാരക്ടേഴ്സിനെയാണ് ഇവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് അതിനെ എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. മേജർ മോഹിത് ശർമ്മ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു പോരാളിയായിരുന്നു പുള്ളി വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു പ്രയത്നമാണ്. പാകിസ്ഥാനിൽ പോയി അവരുടെ ഒരാളായി മാറി ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ എല്ലാം സ്നേഹം എല്ലാം കൈപ്പറ്റി അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ ആൾക്കാരെ നശിപ്പിച്ച ഒരു പോരാളി, ഒരു റോ ഏജന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മിഷനിലേക്ക് പുറപ്പെട്ട് പുള്ളി പോയി ചെയ്തതാണ്. 2 പേരെ അന്ന് വധിച്ചിരുന്നു. അപ്പോൾ ആ ഒരു കഥയുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യിപ്പിച്ചാണ് ഇതിനെ പറയുന്നത്. ഈ നമ്മുടെ മോഹിത് ശർമ്മ എന്ന് പറയുന്ന ആള് പുള്ളി 2009 പുള്ളി മരണപ്പെടുകയായിരുന്നു. അതും ഒരു കശ്മീരിൽ നടന്നൊരു അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട്. സോ ആ ഒരു ക്യാരക്ടറിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറിനെയാണ് ഇവിടെ രൺവീർ. ഒന്നും പറയാനില്ല, പുള്ളി കാസറിയിട്ടുണ്ട്. നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ പുള്ളിയുടെ അടുത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ആ സമയത്താണ് മറ്റൊരാളും കൂടി, അക്ഷയ് ഖന്ന. ഇത്രയും നാൾ നമ്മൾ കുറേ സിനിമകളൊക്കെ പുള്ളിയുടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര വെറൈറ്റി ആയിട്ട് ചില മൈന്യൂട്ട് സാധനങ്ങളിലൊക്കെ ഞാൻ എൻ്റെ അടുത്തിരുന്ന് ചേട്ടനായിട്ട് പറയായിരുന്നു അത് എത്ര സൂപ്പറായിട്ട് അത് ചെയ്തിരിക്കുന്നത്. അത് സ്ക്രീനിൽ കാണുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അത്രത്തോളം ഡെപ്തിലാണ് ഓരോ ക്യാരക്ടറിനെ അവരെടുത്ത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ ക്യാരക്ടറിന് ചെയ്യുന്ന റഹ്മാൻ ദിക്കോട്ട് എന്നാണ് തോന്നുന്നത്. റഹ്മാൻ ദിക്കോട്ട് എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റിനെ പറ്റിയാണ്, ഒരു ഗ്യാങ്സ്റ്ററിനെ പറ്റിയാണ് എൻ്റെ അത് പറയുന്നത്. ഈ ടെററിസ്റ്റുകൾ എങ്ങനെ ടെററിസ്റ്റ് ആകുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ അവർ ഈ അറ്റാക്സ് നടത്തുന്നത്, അവർക്ക് എങ്ങനെയാണ് വെപ്പൺസ് കിട്ടുന്നത്. സാധാരണ പറയാറുണ്ടല്ലോ പാകിസ്ഥാനിൽ നിന്ന് വരുമ്പോൾ ഇത് പാകിസ്ഥാൻ ആർമി അല്ല,
അവിടുത്തെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണ് നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ കയ്യിൽ എങ്ങനെ ഗൺസ് വരുന്നു എന്നുള്ള കാര്യം ഇന്ന് വരെ നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരിക്കും. പക്ഷെ ആ ഒരു പോർഷനാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. പാകിസ്ഥാനിലുള്ള അണ്ടർവേൾഡ് കിങ്സ് ആയിട്ടുള്ള അണ്ടർവേൾഡ് ഗ്യാങ്സ്റ്റേഴ്സ് ആണ് ഇവർക്ക് ഈ വെപ്പൺസും കാര്യങ്ങളും സപ്ലൈ ചെയ്യുന്നതും അതിലൂടെയാണ് അവർ വന്ന് ഈ അറ്റാക്സും കാര്യങ്ങളും നടത്തുന്നതെന്നുള്ള ഒരു ഡെപ്ത് ആയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള വളരെ ഭയങ്കരമായിട്ട് എഴുതിയ ഒരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറയാൻ സാധിക്കും. ഇതിന്റെ ഒരു ഔട്ട്ലൈൻ നോക്കുമ്പോൾ ഒരു വളരെ സിമ്പിൾ നമ്മൾ കേട്ട ഒരു സ്പൈ കഥയായിട്ട് തോന്നുമെങ്കിലും ഇതിന്റെ ഒരു ഇൻഡെപ്തിലേക്ക് കടക്കുമ്പോൾ ഇത് അത്രത്തോളം വാല്യൂ ഉള്ള, അത്രത്തോളം ഇറങ്ങി ചെന്ന് എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഒരു പാകിസ്ഥാനെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നതെന്ന് തോന്നുന്നു. ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് നിർത്തി ഒരു ഷോട്ടുകളൊക്കെ വെക്കുമ്പോൾ നമ്മളെ കൊണ്ട് പാകിസ്ഥാനിനെ നടുക്കൊണ്ട് നിർത്തിയ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ഇന്ന് വരെ അങ്ങനത്തെ ഒരു സാധനമൊന്നും പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു വീടിന്റെ ഒരു മൂലയോ അല്ലെങ്കിൽ ഒരു വാർഭൂമിയോ അല്ലെങ്കിൽ കുറച്ച് പട്ടാളക്കാരെയും ഒക്കെയാണ് കാണിക്കാറ്. എന്നാൽ പാകിസ്ഥാൻ വേറൊരു സാധനമുണ്ട്, പാകിസ്ഥാന്റെ വേറൊരു വശം ഉണ്ടെന്നുള്ളത് ഇപ്പൊ ഇതിന്റെ അതോടെയാണ് ശരിക്കും പറയാൻ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇത് സ്പോയിലർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കാണാൻ മുമ്പോട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ കട്ട കിട്ടുക. ഈ പാകിസ്ഥാൻ ഇതുപോലെ ടെററിസ്റ്റിനൊക്കെ വിട്ടതിന് ശേഷം അവര് നമുക്ക് നാട്ടിൽ ഇത്ര ആൾക്കാർ കൊന്നു അല്ലെങ്കിൽ ബോംബ് അവിടെ ബ്ലാസ്റ്റ് ചെയ്തു, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നൊക്കെ അറിയുമ്പോൾ അവരവിടെ ഇരുന്ന് അത് ആഘോഷിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ലായിരുന്നു. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഞാൻ ചേട്ടാ ശരിയാണല്ലോടാ, ഇവന്മാർ ഈ പരിപാടിയല്ലേ കാണിക്കുന്നത് എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന, ഇന്ന് വരെ അൺറിലീസ്ഡ് ചെയ്യാത്ത ഒരുപാട് വിഷ്വൽസുകൾ നമ്മുടെ പാർലമെന്റ് അറ്റാക്ക് നടന്ന സമയത്തൊക്കെ അതിൻ്റെയൊക്കെ ഒരു മെയിൻ കുറേ ഫുട്ടേജുകൾ ഉണ്ടായിരുന്നു. അതൊന്നും റിലീസ് ചെയ്യാത്ത ഫുട്ടേജുകളൊക്കെ ഇതിൻ്റെ അകത്ത് കാണിച്ച്, നമ്മുടെ മുംബൈ അറ്റാക്ക് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വോയിസ് നോട്ടുകൾ, അവർ ഫോണിൽ സംസാരിച്ച് കുറേ ടാപ്പ് ചെയ്ത് അതെല്ലാം നമ്മളെ കേൾപ്പിക്കുകയൊക്കെ ചെയ്ത് നമ്മളിലേക്ക് ആ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ ഈ ഡയറക്ടറിന് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് എല്ലാ ആൾക്കാരും, മാധവൻ, നമ്മുടെ സാറ, നമ്മുടെ കൊച്ച് ദേവത്തിരുമകളിലെ കൊച്ച്, അതുപോലെ തന്നെ നമ്മുടെ അക്ഷയ് ഖന്ന, പിന്നെ രൺവീർ, ഇവരെല്ലാം അതിനെ നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ തന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. അടുത്ത പാർട്ടിന് വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. അടുത്ത പാർട്ട് ഒരു 4 മണിക്കൂറോ 4.5 മണിക്കൂർ വെച്ചാലും നമുക്ക് കുഴപ്പമില്ല, വന്നിരുന്ന് കണ്ടോളാം. നമുക്കറിയാം ആ പടത്തിന്റെ പേസ് എങ്ങനെയാണെന്നുള്ളത്. ഒരു സ്ഥലത്ത് പോലും ഒരു ലാഗോ ഇല്ലാതെ അത്ര ഗ്രിപ്പിംഗ് ആയിട്ട് ഇതിനെ കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അറിയില്ല, ഉടനെ തന്നെ ചിലപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഇത് റിലീസ് ആവാനും ചാൻസ് ഉണ്ട്. നെറ്റ്ഫ്ലിക്സിൽ വന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അതിന് ആ ഒരു ഫീലിൽ ഇരുന്നൊന്ന് കണ്ടു നോക്കുക. ഗംഭീര പടമാണ്. മാർച്ച് 19-ാം തീയതി എൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പം എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട് അതിൻ്റെ ഫസ്റ്റ് ഷോ തന്നെ കണ്ടതിന് ശേഷം അഭിപ്രായം പറയുന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ തെറിയൊന്നും പറഞ്ഞേക്കരുത്. എന്തായാലും പടം പെട്ടെന്ന് തന്നെ കണ്ട് നമ്മൾ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ ദുരന്തർ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇച്ചിരി ലേറ്റ് ആയി പോയെങ്കിലും സോറി. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.